സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 10th ഹിന്ദി യൂണിറ്റ് 3 രണ്ടാമത്തെ ചാപ്റ്റർ ഠാക്കുർ കാ കുആ പ്രേംചന്ദിൻ്റെ കഹാനിയിൽ പ്രധാനപ്പെട്ട ഗംഗി और ജോക്കു के ചരിത്ര पर ടിപ്പണി സിമ്പിളാക്കി നോക്കാം. എന്താണ് ടിപ്പണി? കുറിപ്പ്, അതായത് ചരിത്രപ്പ ടിപ്പണി. സ്വഭാവ സവിശേഷതയെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക. ഇപ്പോൾ 2 കഥാപാത്രങ്ങളാണ്. അതിൽ മെയിനായിട്ടുള്ളതാണ് ഗംഗിയും അതുപോലെ തന്നെ പതി ജോക്കുവും. ഗംഗി के चरित्र पर टिप्पणी ഫസ്റ്റ് നോക്കാം. प्रेमचंद की कहानी ठाकुर का कुआं के मुख्य कथापात्र है गंगी. निम्न जाति में जन्म लेने से उसे समाज में निम्न स्थान ही मिलता है. पति बीमार था. कहानी के आरंभ में ही पति को पीने का पानी देती, लेकिन वो गंदा पानी था. जोकू ने वो पानी नहीं पिया. दूसरे पानी लेने में वो ठाकुर के कुएं तक जाती है. यही कहानी का उद्देश्य भी. उस समय जाति प्रथा जोर था, इसलिए ही ठाकुर के कुएं से पानी लेते समय गंगी का एक विद्रोही दिल कहानी में देख सकता है. എന്താണ് പ്രേംചന്ദിൻ്റെ പ്രധാനപ്പെട്ട കഥ? ഠാക്കുർ കാ കുവ എന്നുള്ള ഭാഗം എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിയാണ്. ഠാക്കുറിൻ്റെ കിണർ. ഠാക്കുർ എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതിക്കാരാണ്. അപ്പോൾ അതുപോലെ തന്നെ സാഹൂജി, ഇങ്ങനെ 2 ഉയർന്ന ജാതിക്കാരനും അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരായ ആരൊക്കെയായിരുന്നു? ഗംഗിയും ജോക്കുവും. ഇവിടെ പ്രേംചന്ദ് കി കഹാനി, പ്രേംചന്ദിൻ്റെ കഥ ഠാക്കുർ കാ കുവാക്കെ മുഖ്യ കഥാപാത്ര, ഠാക്കുറിൻ്റെ കിണർ എന്ന പ്രധാനപ്പെട്ട കഥയാണ് നമ്മുടെ പ്രേംചന്ദിൻ്റെ. അത് പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഗംഗി. നിമ്ന ജാതിമേം ജന്മലേനേസെ, താഴ്ന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ട് ഉസെ സമാജുമേം, അവൾക്ക് സമൂഹത്തിൽ നിമ്ന സ്ഥാൻ ഹി മിൽത്താഹെ, താഴ്ന്ന സ്ഥാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ. പതി ബീമാർത്ത, പതി യാ ഭർത്താവ് ജോക്കു രോഗശയ്യയിലായിരുന്നു. അങ്ങനെ ദാഹിച്ചിട്ടാണ് ഭാര്യയോട് വെള്ളം ചോദിക്കുന്നത്. നമ്മൾ പാഠത്തിൻ്റെ ഫസ്റ്റ് മനസ്സിലാക്കി. കഹാനിക്ക് ആരംഭമേ ഹി പതി കോ പീനെ കാ പാനി ദേത്തി. നമ്മൾ ആ പാഠഭാഗത്ത് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കുക, കഥയുടെ ആരംഭത്തിൽ തന്നെ ഭർത്താവിന് വെള്ളം കൊടുക്കുവാൻ വേണ്ടി അവൾ മുരടയിൽ വെള്ളം കൊടുക്കുന്നു. ലേക്കിൻ വോ ഗന്ധാ പാനീത്ത, പക്ഷേ അത് ദുർഗന്ധമുള്ള വെള്ളമായിരുന്നു. ജോക്കുവിനെ വോ പാനി നഹീം പിയ, അതുകൊണ്ട് ജോക്കുവിന് ആ വെള്ളം കുടിക്കാൻ സാധിച്ചില്ല. ദൂസരെ പാനി ലേനേമേ വഹ് ഠാക്കുർ കെ കുയേ തക്ക് ജാത്തി ഹെ, അങ്ങനെ നല്ല വെള്ളം കൊണ്ടുവരുവാൻ വേണ്ടി ഠാക്കുറിൻ്റെ കിണറിൻ്റെ അരികിൽ പോകുന്നു. യഹി കഹാനി കാ ഉദ്ദേശ്, അതാണ് നമ്മുടെ ഈ കഥയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ദാഹിച്ചിട്ട് താഴ്ന്ന ജാതിക്കാരിയായ ഗംഗി ഉയർന്ന ജാതിക്കാരായ ഠാക്കുറിൻ്റെ കിണറിൽ പോയിട്ട് വെള്ളം എടുക്കുന്ന ആ ഇതാണ് ഇവിടെ ജാതിപ്രഥ എന്നുള്ള ഭാഗം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഉസ് സമയ ജാതിപ്രഥ ജോർത്ത, ആ ടൈമിലൊക്കെ ജാതി സമ്പ്രദായം വളരെ ശക്തമായിരുന്നു. ഇസ്ലിയേ ഹി ഠാക്കുർ കെ കുയേസെ പാനി ലേത്തെ സമയ, അതുകൊണ്ട് തന്നെ അവൾ ഠാക്കുറിൻ്റെ കിണറിൽ നിന്നും വെള്ളമെടുക്കുന്ന സമയത്ത് ഗംഗി കാ ഏക് വിദ്രോഹി ദിൽ, എന്നാൽ ഗംഗിയുടെ ആ വിപ്ലവകരമായിട്ടുള്ള മനസ്സ് കഹാനി മേം ദേഖ് സക്താ ഹെ, നമുക്ക് ആ കഥയിലൂടെ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഭാഗം. രാത് के 9 बजे ही गंगी ठाकुर के कुएं से पानी लेती है. उस समय ही ठाकुर की आवाज़ सुनकर वह अपने घर की ओर भाग गई. इस प्रकार पति की ओर स्नेह और जाति प्रथा की ओर घृणा करने वाली एक नारी की प्रतिनिधि के रूप में गंगी को कहानीकार यहाँ चित्रण किया है. അതായത് രാത്രി 9 ബജേ ഹി, നമ്മൾ ആ പാഠത്തിൽ പഠിച്ചാണ് രാത്രി 9 മണിക്ക് തന്നെ ഗംഗി ഠാക്കുർ കെ കുയേസെ, ഗംഗി ഠാക്കുറിൻ്റെ കിണറിൽ നിന്നും പാനിയിലെത്തി ഹെ, വെള്ളം കോരുന്നു. ഉസ് സമയ, ആ സമയത്ത് ഠാക്കുർ കെ ആവാസ് സുൻകർ എന്ന് പറഞ്ഞാൽ ദർവാസ, വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. കോൻ ഹെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. വോ അപ്പനെ ഗർക്കി ഓർ ഭാഗി, അവൾ അവളുടെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഭാഗ്യന ഇസ് പ്രകാർ പതിക്ക് ഓർ, ഇപ്രകാരം ഭർത്താവിന് നേരെ സ്നേഹവും അതുപോലെ ജാതി പ്രതാക്കി ഓർ, അതായത് ജാതി സമ്പ്രദായത്തിന് നേരെ ഘൃണ, വെറുക്കുന്നവളുമായിട്ട് ഏക് നാരിക്ക് പ്രതിനിധി, ഒരു സ്ത്രീ കഥാപാത്രമായിട്ട് ഗംഗിക്കോ കഹാനികാർ, ഗംഗിയെ നമ്മുടെ പ്രേംചന്ദ്, കഥയെഴുത്തുകാരനായ പ്രേംചന്ദ്
യഹാം ചിത്രൻ കിയാ ഹെ, ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 4 മാർക്കിന് ചോദിക്കാം. സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും. നെക്സ്റ്റ്, जोकू के चरित्र पर टिप्पणी. क्वेश्चन, निम्नलिखित वाक्यों के अनुसार जोकू के चरित्रगत विशेषताओं पर लेख तैयार करें. ഇങ്ങനെ ചോദിക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ പോയിന്റ് വരുന്നത് बीमारी से परेशान, ऊंचे वर्ग से डरना, पत्नी से प्यार, सामाजिक असमानताओं को सहने वाले. ഈ പോയിന്റുകൾ വെച്ചുകൊണ്ടും ടിപ്പണി ഉണ്ടാക്കാം. ബീമാരി സെ പരേശാൻ എന്ന് പറഞ്ഞാൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അതുപോലെ ഊഞ്ചെ വർഗ സെ ഡർന എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതിക്കാരെ ഭയക്കുന്നു. പത്നി സെ പ്യാർ, ഭാര്യയോടുള്ള സ്നേഹം. സാമാജിക അസമാനതാവും, സാമൂഹിക അസമത്വം, ഇതിനെല്ലാം സഹിക്കുന്നവർ. ഇതൊക്കെയാണ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് വെച്ചുകൊണ്ട് ടിപ്പണി ഉണ്ടാക്കാം. അപ്പോൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ, ഗംഗയുടെ എഴുതിയ പോലെ തന്നെ, പ്രേംചന്ദ് കി കഹാനി ഠാക്കൂർ കാ കുആ കെ മുഖ്യ കഥാപാത്ര ഹെ ജോക്കു. നേരത്തെ നമ്മൾ എഴുതിയ പോലെ തന്നെയാണ്. അത് ഇവിടെ ഠാക്കൂർ കാ കുആക്ക് ജോക്കു എന്ന് പറഞ്ഞു. പ്രേംചന്ദിൻ്റെ കഥയായ ഠാക്കൂർ കാ കുആ എന്നുള്ള കഥാപാത്രത്തിൻ്റെ മുഖ്യ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ജോക്കു എന്ന് മനസ്സിലാക്കുക. നേരത്തെ ഗംഗി എന്നെഴുതിയ പോലെ. निम्न जाति में जन्म लेने से उसे समाज में कई प्रकार की यातनाएं सहना पड़ता है. അതും നേരത്തെ എഴുതിയ പോയിന്റ് പോലെ തന്നെയാണ്. താഴ്ന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരുന്നു. ഗംഗയുടെ എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെ ജോക്കുവിൻ്റെതും എഴുതാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് പഠിച്ചാൽ മതി എന്നർത്ഥം. ജോക്കു ബീമാർ സെ പരേശാൻ ത, അവിടെ ആ പോയിന്റ് വന്നിട്ടുണ്ട്. പരേശ എന്നുള്ള വാക്ക് വന്നു. ജോക്കു രോഗം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് ആ പോയിന്റ് വെച്ചു. അതുപോലെ തന്നെ പത്നി ഗംഗി ഹെ, അപ്പോൾ ഗംഗിയാണ് ജോക്കുവിൻ്റെ പത്നി, ഭാര്യ. അതുപോലെ പ്യാസ് ഹോനെ സെ ഉസേ ഗന്ധ പാനി പീന പടുത്ത ഹെ, ദാഹം തീരെ സഹിക്കാൻ പറ്റാതെ കൊണ്ട് ജോക്കുവിന് ആ വെള്ളം കുടിക്കേണ്ടി വരുന്നു, എങ്കിൽ ആ ദുർഗന്ധമുള്ള വെള്ളം കുടിക്കേണ്ടി വരുന്നു. വോ ജാൻതാത്ത, അവർക്കറിയാമായിരുന്നു, അല്ലെങ്കിൽ ജോക്കുവിനറിയാമായിരുന്നു, അബ്കി സാമാജിക വ്യവസ്ഥിതി ഉച്ച ജാതിക്ക് അനുകൂല ഹെ. അപ്പോൾ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത് ഉയർന്ന ജാതിക്കാർക്ക് അനുകൂലമാണ്. इसलिए वो मानता था कि उच्च वर्ग के विरुद्ध आवाज़ उड़ाने से कोई फ़ायदा नहीं. ഉയർന്ന ജാതിക്കാർക്ക് എതിരായിട്ട് ശബ്ദമുയർത്തുന്നത് കൊണ്ട് യാതൊരു ഗുണവും ഇല്ല. ഫായദ എന്ന് പറഞ്ഞാൽ ഗുണം. പത്നിക്കോ വോ ബഹുത്ത് പ്യാർ കർത്തിയ ത എന്ന് പറഞ്ഞ അർത്ഥം ഭാര്യയെ നല്ലപോലെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഠാക്കൂർ കെ കുയേസെ പാനി ലേനേസെ വോസെ രോക്താത്ത എന്ന് പറഞ്ഞാൽ ഠാക്കൂറിൻ്റെ കിണറിൽ നിന്നും വെള്ളം കോരാൻ പോകുമ്പോൾ അവളെ തടയുന്നത്. അതാണ് നമുക്ക് ആ പാരഗ്രാഫ് പഠിക്കാനുണ്ട്. ആ പാരഗ്രാഫ് ഓർക്കുന്നില്ലേ? ബ്രാഹ്മൺ ദേവത ആശീർവാദ് ദേംഗെ, ഠാക്കൂർ ലാട്ടി മാരേംഗെ, ഗരീബോं का दर्द कौन समझता था എന്നുള്ള വാക്കുകൾ. അതായത് ബ്രാഹ്മൺ ദേവത ചിലവർ ആശീർവദിക്കും. അതുപോലെ തന്നെ അങ്ങനെയുള്ള വ്യക്തിയാണ് ഠാക്കൂറും സാഹുജി. ഇവർ എന്ത് ചെയ്യും? ഠാക്കൂർ വടികൊണ്ടടിക്കും, എന്നാൽ പാവപ്പെട്ടവരുടെ വേദന ആരും മനസ്സിലാക്കാനാണ് എന്നുള്ള പോയിന്റ് നമുക്ക് ആ പാരഗ്രാഫിലുണ്ട്. इस प्रकार अपना परिवार से अधिक प्यार होने से ही सामाजिक असमानताओं को सहने में ഉപ തയ്യാറെത്താത്ത. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് സാമൂഹിക വ്യവസ്ഥകൾ അല്ലെങ്കിൽ അസമാനതാവും കോ സഹനേമേ വോ തയ്യാർത്ത, എല്ലാ ത്യാഗങ്ങളും സഹിക്കുവാൻ വേണ്ടി അദ്ദേഹം തയ്യാറായത്. इस तरह जोकू का चरित्र इस कहानी में कहानीकार अच्छी तरह वर्णन किया है. അതുകൊണ്ട് ജോക്കുവിൻ്റെ ഈ സ്വഭാവ സവിശേഷത ഈ കഥയെഴുത്തുകാരനായ പ്രേംചന്ദ് നന്നായിട്ട് ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പോയിന്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഠാക്കൂറിൻ്റെതോ അല്ലെങ്കിൽ സാഹുജിയുടെയോ ചരിത്രഗത വിശേഷതായും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ പ്രേംചന്ദിൻ്റെ പേരും പാഠത്തിൻ്റെ പേരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഈ ചരിത്രഗത വിശേഷതായും എഴുതേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കഹാനിയുടെ പ്രധാനപ്പെട്ട മറ്റ് മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അതുവരെ ഓക്കെ, താങ്ക് യു.